ഒരു മധ്യവയസ്കനായിട്ടുള്ള വ്യക്തി ഒരു പെൺകുട്ടിയുടെ പാന്റ് അഴിച്ചിട്ട് അവളുടെ ചുണ്ടോട് ചുണ്ട് ചേർത്ത് നിൽക്കുന്ന രംഗം ഒരു സ്ത്രീ കാണുകയാണ്. പെട്ടെന്ന് തന്നെ അയാൾ അവളെ പീഡിപ്പിക്കുകയാണെന്ന് കരുതിയിട്ട് ആ സ്ത്രീ അയാൾക്കെതിരെ പരാതി കൊടുക്കുകയാണ്. പക്ഷേ സത്യത്തിൽ അയാൾ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നടക്കുന്ന സമയത്ത് തെന്നി വീണ് ബോധം പോയ ആ കുട്ടിക്ക് കൃത്രിമശ്വാസം കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ. പക്ഷേ അയാളെ ആരും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അയാൾ ബുദ്ധിസ്വാധീനം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. ബുദ്ധിസ്വാധീനം ഇല്ലെങ്കിലും അയാൾ എല്ലാവരോടും നല്ല രീതിക്ക് പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അയാളുടെ മകളെയായിരുന്നു. സുഖമില്ലാത്ത വ്യക്തിയായതുകൊണ്ടും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടും പോലീസുകാർ അയാളെ കൊണ്ട് തന്നെ ആ കുറ്റം സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ ആ കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞു എന്നുള്ള കുറ്റത്തിന് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയാണ്. അങ്ങനെ അവന് ശിക്ഷ ലഭിച്ച് അവനൊരു ജയിലിലേക്ക് മാറ്റുകയാണ്. അവനൊരു കൊച്ചു പെൺകുട്ടിയെയും പീഡിപ്പിച്ചിട്ടാണ് വന്നത് എന്നറിഞ്ഞ അവിടുത്തെ വാർഡൻ അവനെ ഒരുപാട് തല്ലാനും ഉപദ്രവിക്കാനും തുടങ്ങുകയാണ്. അതിനുശേഷം അവനെ സെൽ നമ്പർ 7 മാറ്റുകയും ചെയ്യാണ്. ആ സെല്ലിൽ ഓൾറെഡി 5 ഗുണ്ടകളുണ്ടായിരുന്നു. അതിലൊരുത്തനൊരു മാഫിയ തലവനുമായിരുന്നു. ഇവർക്കാർക്കും ഇവന്റെ വരവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ എന്ത് കുറ്റത്തിനാണ് ആ ജയിലിലേക്ക് എത്തിയതെന്നും കൂടി അവർക്ക് മനസ്സിലായതോടുകൂടി അവരും അവനെ പുതിരെ തല്ലാൻ തുടങ്ങുകയാണ്. അന്ന് മുതൽ പിന്നീട് അങ്ങോട്ട് ആ ജയിലിലെ എല്ലാവരും തന്നെ അവനെ തല്ലാൻ തുടങ്ങുകയാണ്. പക്ഷേ ഇവനൊരു കൊച്ചുകുട്ടിയുടെ ബുദ്ധിയായതുകൊണ്ട് തന്നെ അവൻ ആരോടും പ്രതികരിക്കാതെ അവന്റെ മകളെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ആ ജയിലിൽ വെച്ചിട്ട് മറ്റൊരാൾ ഒരു ബ്രഷ് എടുത്ത് മൂശ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അവൻ കാണുകയാണ്. ആ സമയത്താണ് അവന്റെ കൂടെ അവന്റെ സെല്ലിലുള്ള ആ മാഫിയ തലവൻ അങ്ങോട്ട് വരുന്നത്. അയാൾ ബ്രഷിന് മൂർച്ച കൂട്ടുന്നത് ആ മാഫിയ തലവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി യോങ്കോ തന്നെ ഇത്രയും കാലം ഉപദ്രവിച്ച ആളാണെന്ന് കൂടി ഓർക്കാതെ അവൻ അതിനിടയിലേക്ക് ചാടിക്കേറി ആ കുത്ത് അവന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുക. കുത്ത് കിട്ടിയെങ്കിലും അവൻ രക്ഷപ്പെടാണ്. പിന്നീട് അങ്ങോട്ട് തന്റെ ജീവൻ രക്ഷിച്ച അവനോട് ആ മാഫിയ തലവന് നല്ല സ്നേഹമാവാണ്. അങ്ങനെ അയാൾ യോങ്കോനോട് നിനക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞു, അത് ഞാൻ നടത്തിത്തരാന്ന് പറയാണ്. അത് കേട്ടതും എനിക്ക് എന്റെ മകളെ ഒരു തവണ കാണണമെന്ന് അവൻ പറയാണ്. അതൊരുപാട് റിസ്ക് ഉള്ള പണിയായിട്ട് കൂടി തന്റെ ജീവൻ രക്ഷിച്ച അവന് വേണ്ടി അതെങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് അയാൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ അയാളും അയാളുടെ കൂടെയുള്ളവരും കൂടെ വലിയൊരു പ്ലാൻ ഇടാണ്. ജയിലിൽ വെച്ച് അവർ വലിയൊരു പരിപാടി തന്നെ സംഘടിപ്പിക്കുകയാണ്. അതിനകത്ത് യോങ്കോന്റെ മകളെയും അവർ കൊണ്ടുവരികയാണ്. അവിടെ വെച്ച് അവന്റെ മകളെ ഒരു ചെറിയ കാർഡ്ബോർഡിന്റെ പെട്ടിയിലാക്കിയിട്ട് അവർ സെൽ നമ്പർ 7 എത്തിക്കുകയാണ്. സെൽ നമ്പർ 7 വെച്ചിട്ട് ആ കാർഡ്ബോർഡ് പെട്ടി തുറന്നതും ആ പെൺകുട്ടിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവൾ അവളുടെ അച്ഛനെ കണ്ടത്. അവര് വീണ്ടും തമ്മിൽ കണ്ടതും അവർ ഒരുപാട് സന്തോഷിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷം കൊണ്ട് കരയാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ തുടങ്ങാണ്. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് തന്റെ അച്ഛനെ കണ്ട ആ പെൺകുട്ടി തന്റെ ഇത്രയും കാലത്ത് സങ്കടവും പരിഭവവും സന്തോഷവും എല്ലാം കൂടി ഒന്നിച്ച് കാണിക്കുകയാണ്. പക്ഷെ അവളുടെ ശബ്ദം കേട്ടാൽ പോലീസുകാരെ അങ്ങോട്ട് വരുന്നു, അവർക്ക് എല്ലാവർക്കും പണി കിട്ടുന്നു മനസ്സിലാക്കിയ കൂടുതലൊരുത്തൻ പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിളിച്ച് കാര്യം പറയാൻ നോക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവൾ അവിടെ ഉണ്ടായിരുന്ന ഡോറിനടുത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. പോലീസുകാർ വന്നതും പെട്ടെന്ന് അവന്റെ മനസ്സ് മാറുകയും അവൻ മറ്റൊരു കള്ളം പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാകുകയും ചെയ്യാണ്. അങ്ങനെ ആ സമയത്ത് പോലീസ് പോവാണ്. തൽക്കാലം അവർ രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇനി ശബ്ദം ഉണ്ടാക്കിയ പിടിക്കപ്പെടുന്നു അവർക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ ആ സെല്ലിനകത്തുള്ള എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. ആ സമയത്ത് അച്ഛൻ എന്താ ഇവിടെ അച്ഛനൊരു ബാഡ്മാൻ ആണോ എന്നൊക്കെ ആ പെൺകുട്ടി അവളെ അച്ഛനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ കൂട്ടത്തിലെ ഒരുത്തൻ ജയിലിലുള്ള എല്ലാവരും മോശക്കാരല്ല എന്നും ഇതൊരു സ്കൂളാണെന്നും ഇവിടെ നിന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുമെന്നും ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഈ ചുറ്റിലുള്ള എല്ലാവരും മോശക്കാരാണ്, ഞാൻ മാത്രം നല്ലവനാണെന്ന് യോങ്കോ അവന്റെ മോളോട് പറയാണ്. പറഞ്ഞത് ബാക്കിയുള്ളവരെ കൊണ്ട് കുറ്റമാണെങ്കിലും ഇത് കേൾക്കുന്ന ബാക്കിയുള്ളവരുടെ ഉള്ളിലേക്ക് അവനൊരു പാവാണെന്നും അവൻ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നൊരു സംശയം വരികയാണ്. അങ്ങനെ ജയിലിൽ അവർ സംഘടിപ്പിച്ച പരിപാടി അവർ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കഴിയാണ്. അങ്ങനെ വന്നവരെല്ലാവരും തിരിച്ചു പോവുകയാണ്. പക്ഷെ അവന്റെ മകളെ മാത്രം തിരിച്ചയക്കാൻ അവർക്ക് പറ്റാതെ വരികയാണ്. അത് അച്ഛനും മോക്കും നല്ല സന്തോഷമായിട്ടുണ്ടെങ്കിലും കൂടെയുള്ള എല്ലാവർക്കും വലിയ ടെൻഷൻ ആവുകയാണ്. കാരണം എപ്പോഴെങ്കിലും ആരെങ്കിലും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കിട്ടാൻ പോകുന്നത് നല്ല പണിഷ്മെന്റ് തന്നെ ആയിരിക്കും. അങ്ങനെ കുറെ ദിവസം അവരുടെ എല്ലാം സംരക്ഷണയിൽ അവൾ ആ സെല്ലിനകത്ത് കഴിയുകയാണ്. അവൾ അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടാവുകയാണ്. പക്ഷെ അത് ഒരുപാട് കാലം മുന്നോട്ട് പോയില്ല. ആ സെല്ലിന്റെ വാർഡൻ അവളെ കാണുകയാണ്. അങ്ങനെ ഒരു കൊച്ചു പെൺകുട്ടി ആ റൂമിനകത്ത് കയറ്റിയത് കണ്ടതും ആ വാർഡൻ ഒരുപാട് ദേഷ്യം വരികയാണ്. യോങ്കോനെ ആ റൂമിൽ നിന്നും മാറ്റുകയും ചെയ്യാണ്. ഒരു കൊച്ചു പെൺകുട്ടിയെ നശിപ്പിച്ചു കൊന്നിട്ട് നിനക്കിപ്പോ നിന്റെ മകളെ കാണുന്നു അല്ലടാന്ന് പറഞ്ഞിട്ട് വാർഡൻ അവനെ ഒരുപാട് തല്ലാൻ തുടങ്ങുകയാണ്. അതിനുശേഷം അവനെ ഒറ്റയ്ക്ക് ഒരു റൂമിനകത്ത് കെട്ടിയിടുകയാണ്. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു പോവാണ്. പിന്നീട് ആ ജയിലിനകത്തുള്ള മറ്റൊരു കുറ്റവാളിക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരികയാണ്. അവൻ അങ്ങനെ ഒരു പെട്രോൾ ക്യാനെടുത്ത് ആ ജയിലിന് മുഴുവൻ തീയിടാൻ തുടങ്ങുകയാണ്. അവനെ പിടിച്ചു വെക്കാൻ വേണ്ടി ഒരു റൂമിലേക്ക് കയറിയ വാർഡൻ അതിനകത്ത് ബോധം കെട്ടി വീഴാണ്. ഇതെല്ലാം ദൂരെ നിന്ന് കണ്ടു നിൽക്കുന്ന യോങ്കോ സ്വന്തം ജീവനെ പറ്റി ചിന്തിക്കാതെ അതിനകത്തേക്ക് എടുത്തു ചാടി അയാളെ രക്ഷിക്കുകയാണ്. അങ്ങനെ അയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അയാളെ രക്ഷപ്പെടുകയും ചെയ്യാണ്. യോങ്കോ ആണ് അയാളെ രക്ഷിച്ചതെന്ന് അയാളെ പിന്നീട് അറിയാണ്. സ്വന്തം ജീവൻ കൂടെ നോക്കാതെ തന്നെ രക്ഷിച്ച അവൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾക്കൊരു സംശയം തോന്നുകയാണ്. അങ്ങനെ തന്റെ ജീവൻ രക്ഷിച്ച അവന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യണമെന്ന് കരുതിയിട്ട് ഒരു തവണ കൂടെ അവൻ അവന്റെ മകളെ കാണാനുള്ള ഒരു അവസരം അയാൾ ഉണ്ടായി കൊടുക്കുകയാണ്. ആ അച്ഛന്റെയും മകളുടെയും സ്നേഹവും അവന്റെ നിഷ്കളങ്കതയെല്ലാം കാണുന്ന അയാൾക്ക് ഇവനൊരു തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഒരു ദിവസം സെൽ നമ്പർ 7 ഇവരെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു കാർഡ്ബോർഡ് പെട്ടി വരികയാണ്. ആ കാർഡ്ബോർഡ് പെട്ടി പൊളിച്ചുകൊണ്ട് യോങ്കോയുടെ മകൾ അതിനകത്തു നിന്നും വരികയാണ്. വാർഡനാണ് ഇത് ചെയ്തത് എന്ന് മറ്റൊരു പോലീസുകാരൻ യോങ്കോയോട് പറയാണ്. അങ്ങനെ തന്നെ അയാളോട് നന്ദി പറയാൻ വേണ്ടി യോങ്കോ അയാളുടെ
യോങ്കോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് നീ എന്തിനാണ് ഇങ്ങനെ ഒരു കുറ്റം ചെയ്തതെന്ന് യോങ്കോയോട് അയാൾ ചോദിക്കുകയാണ്. പക്ഷെ എന്ത് പറയണം ഏത് പറയണം എന്നറിയാത്ത യോങ്കോ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ തോന്നുന്ന വാർഡൻ അവന്റെ കേസ് ഫയൽ എടുത്ത് വീണ്ടും പരിശോധിക്കുകയാണ്. ആ സമയത്താണ് ഇതെല്ലാം കെട്ടിച്ചമച്ചതാണെന്നും അവൻ ഇതിനകത്ത് ഒരു പങ്കും ഇല്ല എന്നും അയാൾക്ക് മനസ്സിലാവുന്നത്. വാർഡനെ പോലെ തന്നെ അവന്റെ കൂടെ സെല്ലിലുള്ള ആൾക്കാർക്കും അവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സീൻ അവർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ്. ശരിക്കും വന്ന് ആ പെൺകുട്ടി നടന്നു പോകുന്ന സമയത്ത് അവൾ കാല് തന്നെ വീഴുകയും അവളുടെ തലയടിച്ച് രക്തം പോവാൻ തുടങ്ങുകയും ചെയ്യാണ്. ആ സമയത്ത് അവിടേക്ക് വന്ന യോങ്കോ അവളുടെ ഡ്രസ്സൊക്കെ ലൂസാക്കുകയും അവൾക്ക് കൃത്രിമശ്വാസം കൊടുക്കുകയും ചെയ്യാണ്. യോങ്കോ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും CPR എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ ആൾക്കാരെ എങ്ങനെ രക്ഷിക്കാമെന്നുള്ള ട്രെയിനിങ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അന്ന് അവിടെ അത് മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടുനിന്ന ആ സ്ത്രീ അവനെ തെറ്റിദ്ധരിക്കുകയും അവനെതിരെ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. മരിച്ച പെൺകുട്ടി ആ നാട്ടിലെ കമ്മീഷണറുടെ മകളായിരുന്നു. അതുകൊണ്ട് തന്നെ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പോലീസുകാർക്ക് ഒരുപാട് പ്രഷർ വരികയാണ്. അതുകൊണ്ടാണ് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്ത യോങ്കോയുടെ തലയിലേക്ക് ഈ കുറ്റം അവർ ചാർത്തി കൊടുത്തത്. അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ വാർഡൻ കമ്മീഷണറെ കാണുകയും സത്യങ്ങളൊക്കെ പറയുകയും ചെയ്യാണ്. പക്ഷെ തന്റെ മകള് മരിച്ച സങ്കടത്തിലിരിക്കുന്ന കമ്മീഷണർ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതിരിക്കുകയാണ്. അങ്ങനെ അവസാനത്തെ ട്രയലിനുള്ള ദിവസം അടുത്ത് വരികയാണ്. അന്നും വിധി അവനെതിരെയാണെങ്കിൽ അവനെ തൂക്കിക്കൊല്ലും. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന എല്ലാവരും അവനെ എന്ത് കോടതിയിൽ പറയണമെന്നുള്ള കാര്യം എഴുതി പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. ദിവസവും അവന്റെ കൂടെ നിന്ന് അവരെല്ലാവരും അവനെ ആ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിടുകയാണ്. അങ്ങനെ അവസാന ട്രയലിനുള്ള ദിവസം എത്തുകയാണ്. സത്യം മാത്രമേ പറയാവൂ എന്ന് വാർഡൻ അവനോട് പറഞ്ഞു ഏൽപ്പിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് അങ്ങോട്ടെത്തിയ കമ്മീഷണർ ഇന്ന് നീ ഈ കുറ്റം ഏറ്റെടുത്തില്ലെങ്കിൽ എന്റെ മകൾക്ക് സംഭവിച്ച കാര്യം നിന്റെ മകളോട് ഞാൻ ചെയ്യൂന്നും പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ തന്റെ മകളെ ഒരുപാട് സ്നേഹിക്കുന്ന യോങ്കോ തന്റെ മകൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് ആ കുറ്റം അവൻ വീണ്ടും ഏറ്റെടുക്കുകയും കോടതി അവന് വധശിക്ഷ വിധിക്കുകയും ചെയ്യാണ്. പക്ഷെ അവനെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ തയ്യാറല്ലായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ വലിയൊരു ബലൂൺ ഉണ്ടാക്കി യോങ്കോയെയും മകളെയും അതിനകത്ത് കയറ്റി അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ബലൂൺ അവിടെ നിന്നും മെല്ലെ പൊന്താൻ തുടങ്ങുകയാണ്. എല്ലാവരും ഒരുപാട് സന്തോഷത്തോടു കൂടി യോങ്കോയെയും മകളെയും യാത്രയാക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടുനിന്ന വാർഡനും ഒരുപാട് സന്തോഷമാകാനും ആ സമയത്ത് ഒരുപാട് പോലീസുകാർ അവരെ തടയാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ആ പോലീസുകാരെ എല്ലാവരെയും ആ ജയിൽ പുള്ളികൾ എല്ലാവരും കൂടെ തല്ലി ഓടിക്കുകയാണ്. അങ്ങനെ യോങ്കോ അവന്റെ മകളെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് എല്ലാവരും കരുതി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവർ പോയിക്കൊണ്ടിരുന്ന ബലൂണിന്റെ കയറ് അവിടെ ഉണ്ടായിരുന്ന മതിലിൽ ഉടക്കിയതും ആ ബലൂൺ നിന്ന് പോകുന്നതും. അങ്ങനെ യോങ്കോയെ വീണ്ടും പോലീസുകാർ പിടിക്കുകയാണ്. പിന്നെ രക്ഷപ്പെടാൻ മറ്റൊരു വഴി ഇല്ലാതാവുകയും ചെയ്യാണ്. അങ്ങനെ വിധി നടപ്പാക്കാനുള്ള ദിവസം വരെയാണ്. വാർഡൻ അവളെ വീണ്ടും അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി ആ സെല്ലിലേക്ക് എത്തിക്കുകയാണ്. അവളെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും പുറത്ത് സന്തോഷം അഭിനയിച്ച് കാണിക്കുകയാണ്. അങ്ങനെ അവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. അവൻ എങ്ങനെയൊക്കെയോ സങ്കടങ്ങളൊക്കെ മറച്ചു വെച്ച് അവളെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കോമാളിത്തരമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവളോട് യാത്ര പറഞ്ഞ് അവൻ പോവാണ്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനി ഒരിക്കലും തന്റെ മകളെ കാണാൻ കഴിയില്ല എന്നോർത്ത് അവന് സങ്കടം വരുന്നത്. അങ്ങനെ പോലീസുകാരന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് അവൻ ഓടി വീണ്ടും അവന്റെ മകളുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് ആ അച്ഛനും മകളും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങുകയാണ്. പക്ഷേ മകളെ വിട്ടുപോകാൻ മനസ്സ് വരാത്ത അവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കാല് പിടിച്ച് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുകയാണ്. പക്ഷേ എല്ലാവരും നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവനെ തൂക്കിലേറ്റുകയാണ്. പിന്നീട് വാർഡൻ അവന്റെ മകളെ ദത്തെടുക്കുകയും സ്വന്തം മകളെ പോലെ വളർത്തുകയും ചെയ്യാണ്. അവൾ വളർന്നു വലുതായി വലിയൊരു വക്കീലായി മാറുകയും അവളുടെ അച്ഛന്റെ കേസ് തന്നെ വാദിക്കാൻ വരികയും ചെയ്യാണ്. അങ്ങനെ അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവളുടെ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിച്ചെടുക്കുകയാണ്. അങ്ങനെ ഉള്ളിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി അവൾ ആ കോടതിയിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് പുറത്ത് ആ പഴയ ബലൂണിൽ അവളുടെ അച്ഛനും കുഞ്ഞായ അവളും അവളോട് യാത്ര പറയുന്നത് അവൾക്ക് തോന്നുകയാണ്.